The table and chair is 11,000. The price of the table and 4 chair is 14,000 rupees. What is the price? ഇവിടെ ചോദിച്ചിട്ട് എന്താണെന്ന് അറിയോ, ചെയറിൻ്റെയും ടേബിളിൻ്റെയും കോസ്റ്റ് അതല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എത്രയാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒന്നാമത്തെ ടേംസ് നമുക്ക് കിട്ടും. ഒരു ടേബിളും ഒരു ചെയറും കൂട്ടിയാൽ അതിൻ്റെ എമൗണ്ട് 11,000 രൂപയാണ് വരുന്നത്. അതൊന്ന്. ഇനി രണ്ടാമത്തത് ഒരു ടേബിളും 4 ചെയറും കൂടി വന്നാൽ അത് 14,000ആണ്. അത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് കാണാം. ഈ രണ്ടാമത്തെ ഇക്വേഷനും ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാം. ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് ചെയറിൻ്റെ എമൗണ്ട് എത്രയെന്ന് കിട്ടും. അതെങ്ങനെയെന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തും ടേബിളിൻ്റെ നമ്പർ എണ്ണം എന്ന് പറയുന്നത് 1ആണ്. അപ്പോൾ രണ്ടും അത് മൈനസ് ചെയ്യും. പിന്നെ നമുക്ക് ഇപ്പുറത്തുള്ളത് ഒരു ചെയറും അപ്പുറത്തുള്ളത് 4 ചെയറാണ്. ഒരു ചെയറിനും അതായത് 4 ചെയർ, ലെഫ്റ്റ് സൈഡിലുള്ള 4 ചെയറിൽ നിന്ന് ഒരു ചെയർ കുറക്കുമ്പോൾ നമുക്ക് ഉത്തരങ്ങളുള്ളത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലുള്ള 14,000 നിന്ന് 11,000 കുറയ്ക്കുക. അപ്പോൾ 4 ചെയറിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 4 ചെയറിൽ നിന്ന് ഒരു ചെയർ കുറയ്ക്കുക. അപ്പോൾ 3 ചെയറിൻ്റെ എമൗണ്ട് 3,000 രൂപയാണ്. ഒരു ചെയറിന് എന്തായിരിക്കും 3,000/3 1,000 രൂപയാണ്. അപ്പോൾ ചെയറിൻ്റെ നമുക്ക് ഉത്തരം കിട്ടി 1,000 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് എന്ന്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ടേബിളിൻ്റെയും ചെയറിൻ്റെയും കൂട്ടിയാലാണ് 11,000. അപ്പോൾ ചെയറിൻ്റെത് അപ്പുറത്തേക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ എത്താണ് ടേബിളിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 11,000 നിന്ന് 1,000 കുറയ്ക്കുക 10,000ആയി. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ കറക്റ്റല്ലേ കിട്ടണമെന്ന് നോക്കാം. കാരണം ടേബിളിൻ്റെ ചെയറിന് 4 ചെയറും കൂടി കൂട്ടിയാലാണ് ടേബിളിൻ്റെ പ്രൈസിൽ നിന്ന് 4 ചെയറിൻ്റെ എമൗണ്ട് കൂടി കൂട്ടിയാൽ 14,000. 4 ചെയറിൻ്റെ എമൗണ്ട് നമുക്കറിയാം 4,000ആണ്. 4 × 1 4,000ആണ്. അപ്പോൾ ടേബിളിൻ്റെ പ്രൈസ് എത്രയാണ്? ഈ ലെഫ്റ്റ് സൈഡിലുള്ള 4,000 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുക. അപ്പോൾ പ്ലസ് ഉള്ളത് മൈനസാവും. 14,000 മൈനസ് 4,000 10,000. ടേബിളിൻ്റെ പ്രൈസ് 10,000 കിട്ടി. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് നോക്കുമ്പോൾ നമുക്ക് കിട്ടണം. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ഇനി അത് ആൽജിബ്രൈക്ക് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ നമുക്കറിയാം. ടേബിളിൻ്റെത് പ്രൈസ് ഓഫ് ടേബിൾ പ്ലസ് ചെയറിന് നമ്മൾ എക്സ് എന്നുള്ളൊരു വാല്യൂ കൊടുക്കുക. അപ്പോൾ എക്സ് എന്നുള്ള വാല്യൂ കൊടുത്താൽ നമുക്ക് പ്രൈസ് ഓഫ് ടേബിളിൻ്റെ ഉത്തരം എന്ത് കിട്ടും? പ്രൈസ് ഓഫ് ടേബിൾ പ്ലസ് എക്സ് ആണ് 11,000. അപ്പോൾ പ്ലസ് എക്സ് ഉള്ളത് ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുക. അപ്പോൾ പ്രൈസ് ഓഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ 11,000 മൈനസ് എക്സ് ആണ്. അപ്പോൾ പ്രൈസ് ഓഫ് ടേബിളിൻ്റെ ഉത്തരം എന്തായി? 11,000 മൈനസ് എക്സ് എന്ന് കിട്ടി. ഇനി ആ സംഭവം തന്നെ രണ്ടാമത്തെ ഇക്വേഷനെ നമുക്ക് അതേപോലെ ഉണ്ട്. പ്രൈസ് ഓഫ് ടേബിൾ പ്ലസ് 4x 14,000ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് ഓഫ് ടേബിൾ ഉണ്ടല്ലോ, അത് നമ്മൾ ഒന്നാമത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഭാഗം അവിടെ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ പ്രൈസ് ഓഫ് ടേബിളിന് ബദൽ 11,000 മൈനസ് എക്സ് എന്ന് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള 4x ഉണ്ട് അല്ലേ? പ്രൈസ് ഓഫ് 4 ചെയറിൻ്റെയും കൂടി കൂട്ടിയാൽ എത്രയും 14,000ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതിയേക്കാം? 11,000 മൈനസ് എക്സ് പ്ലസ് 4x = 14,000 എന്ന് കിട്ടി. 4x നിന്ന് 1x കുറച്ചാൽ 3x ആണ്. അപ്പോൾ 11,000 പ്ലസ് 3x = 14,000 കിട്ടി. അപ്പോൾ 11,000 പ്ലസ് 3x 14,000 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3x മാത്രമായിട്ട് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള 11,000 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുക. 3x = 14,000 മൈനസ് 11,000 = 3,000. എക്സിൻ്റെ വാല്യൂ എന്താണ്? 1,000 കിട്ടി. അത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 11,000 മൈനസ് എക്സ് അല്ലെങ്കിൽ 10,000 പ്രൈസ് ഓഫ് ടേബിൾ എന്നാണ്. 11,000 മൈനസ് എക്സ് ആണ് പ്രൈസ് ഓഫ് ടേബിൾ. അപ്പോൾ 11,000 മൈനസ് 1,000 = 14,000 റുപ്പീസിന് കിട്ടി. ഇനി നമ്മൾ ടേബിളിന് y എന്നുള്ള ടേംസുക്കും ചെയറിന് എക്സ് എന്നുള്ള ടേമുക്കും മാറ്റി എഴുതുമ്പോൾ ഒരു എക്സും ഒരു വൈയും കൂടി 11,000ആണ്. 4 ചെയറും ഒരു ടേബിളാണ്. അപ്പോൾ 4x പ്ലസ് y 14,000ആണ്. അപ്പോൾ ഈ എക്സ് പ്ലസ് വൈ 11,000 എന്ന് പറഞ്ഞാൽ വൈൻ്റെ ഉത്തരം എന്താണ്? 11,000 മൈനസ് എക്സ് എന്ന് എഴുതാം. അത് രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4x പ്ലസ് 11,000 മൈനസ് എക്സ് = 14,000 എന്ന്. അപ്പോൾ 4x എന്ന് 1x കുറച്ച് കഴിഞ്ഞാൽ 3x ആണ്. അപ്പോൾ 11,000 പ്ലസ് 3x = 14,000 എന്ന് എഴുതി. അപ്പോൾ ഈ 3x എന്ന് പറഞ്ഞാൽ 14,000 മൈനസ് 11,000ആണ്. 3x എന്ന് പറഞ്ഞാൽ 10,000 ആണ്. 3x എന്ന് പറഞ്ഞാൽ 14,000 നിന്ന് 11,000 കുറച്ച് 3,000 ആണ്. അപ്പോൾ 3x 3,000 എന്ന് പറഞ്ഞാൽ എക്സ് എന്താണ്? 3,000/3 1,000 ആണെന്ന് കിട്ടി. ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ വാല്യൂസ് കൊടുക്കുന്നതിന് നമുക്ക് കിട്ടും. ഈ രണ്ടാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ചോദ്യമാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞു. ദാറ്റ് ഈസ് സെയിം ഓൾഡ് ഇക്വേഷൻ വീക്കോട്ടെ. നമുക്ക് കുറച്ച് മുന്നേ ചെയ്ത ആ ഇക്വേഷനിൽ ഇങ്ങനെ തന്നെയാണ് കിട്ടിയത്. പ്രൈസ് ഓഫ് ചെയർ എക്സ് റുപ്പീസാണ്. എക്സിൻ്റെ അപ്പോൾ ഇത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ ചെയ്തത് ഇപ്പോൾ ചെയ്തൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്. ഈ ഒരു ക്ലാസ്സിലെ രണ്ടാമത്തെ ചോദ്യം. ഓഫ് 2 നമ്പേഴ്സ്, 2 നമ്പർ ഉണ്ട്. ലാർജർ 1 ഈസ് 5 ടൈംസ് ദ സ്മാളർ 1. ചെറുത് സ്മാളർ 1-നേക്കാളും 5 ഇരട്ടിയാണ് വലിയ നമ്പർ. അപ്പോൾ സ്മാളർ നമ്പർ എക്സ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വലിയ നമ്പർ എന്തായിരിക്കും? 5x ആയിരിക്കും. അത് ഒന്നാമത്തെ ഇക്വേഷനാണ്. ഇനി സബ്സ്ട്രാക്റ്റിംഗ് ദ സ്മാളർ ഫ്രം ദ ലാർജർ ഗിവ്സ് 32. വലുതെന്ന് ചെറുത് കുറക്കുമ്പോൾ 32 കിട്ടും. വലുത് എത്ര? 5x ആണ്. 5x നിന്ന് 1x കുറക്കുമ്പോൾ 32 കിട്ടും. 5x നിന്ന് 1x കുറച്ചാൽ എത്ര? 4x. 4x 32 ആണെന്ന് പറഞ്ഞാൽ x എത്രയാണ്? 32/4 = 8. എക്സിൻ്റെ വാല്യൂ 8 ആണ്. അപ്പോൾ സ്മാളർ വാല്യൂ 8 ആണ്.
ലാർജർ വാല്യൂ എത്രയാണ് 5x എന്ന് പറഞ്ഞാൽ 5 × 8 40 കിട്ടിയില്ലേ. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെങ്ങനെ ആൾജിബ്രൈക്ക് മെത്തേഡ് വെച്ചിട്ട് ചെയ്യണതെന്ന് പറഞ്ഞുതരാം. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ലാർജർ വാല്യൂക്ക് നമ്മൾ 5x എന്ന് ഇട്ട് കൊടുക്കുക, സ്മാളർ എന്നിട്ട് 5x എന്ന് സ്മാളർ വാല്യൂ x ആണ്. അപ്പോൾ 5x എന്ന് ഒരു x കുറച്ച് 4x 32 ആണെങ്കിൽ x 8 ആണ്. അത് നമ്മൾ വലിയ നമ്പർ കാണാൻ വേണ്ടിയിട്ട് സ്മാളർ നമ്പർ 8ഉം ലാർജർ നമ്പർ കാണാൻ വേണ്ടി 5x എന്ന് പറഞ്ഞാൽ 5 × 8 40 എന്ന് എഴുതാം. ഇനി ആ സെയിം മെത്തേഡ് തന്നെ നമ്മൾ എക്സും വൈൻ്റെയും ടേംസിൽ എഴുതുമ്പോൾ സ്മാളർ വാല്യൂക്ക് y എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലാർജർ വാല്യൂ എന്താണ്? ലാർജർ വാല്യൂക്ക് സ്മാളർ വാല്യൂ x ആണ്, ലാർജർ വാല്യൂ 5x ആണ്. അപ്പോൾ ഈ ലാർജർ വാല്യൂ 5xന് y എന്ന് പറഞ്ഞൊരു ടേമുക്ക് മാറ്റുക. അപ്പോൾ എന്താണ് നമുക്ക് എഴുതുക? ലാർജർ വാല്യൂ y ആണ്, y മൈനസ് സ്മാളർ വാല്യൂ y മൈനസ് x 32 ആണ്. വൈൻ്റെ നമുക്കറിയാം 5x ആണ്, 5 ഇരട്ടിയാണ്. സ്മാളറിൻ്റെ 5 തവണയാണ്, 5 ഇരട്ടിയാണെന്ന്. അപ്പോൾ 5x മൈനസ് x 32 ആണ്. 5x എന്ന് ഒരു x കുറച്ചാൽ 4x ആണ്, 4x 32 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 32/4 8 ആണ്. അതേപോലെ തന്നെ ലാർജർ വാല്യൂ 5x എന്ന് പറഞ്ഞാൽ 5 × 8 40 ആണെന്ന് പറയാം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് കേട്ടോ. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its ന്യൂമറേറ്റർ ബിക്കം 1/2. അതായത് ഒരു ഫ്രാക്ഷൻ ഉണ്ട് x/y, അല്ലെങ്കിൽ ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടി ഉള്ള ഒരു ഫ്രാക്ഷൻ ഉണ്ട്. അതിൽ ന്യൂമറേറ്ററിൻ്റെ ടേമിലാണ് 1 ആഡ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉത്തരം 1/2 കിട്ടും. ഇനി അതേപോലെ തന്നെ ആ ടേമിൽ തന്നെ ആ ഒരു ഇക്വേഷനിൽ തന്നെ ഡിനോമിനേറ്ററിലാണ് 1 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ആഡ് ചെയ്യണത് എന്നാൽ അതിൻ്റെ ഉത്തരം 1/3 ആയിട്ട് മാറും. അതെങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും x/y ഉണ്ട്. അതിൻ്റെ ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്യുമ്പോൾ 1/2 കിട്ടി. അതന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, ലെഫ്റ്റ് സൈഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും y = 2 × x + 1 ആണെന്ന്, അല്ലെങ്കിൽ 2x + 2 ആണ് y എന്ന് പറഞ്ഞാൽ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ. ഇനി രണ്ടാമത്തെ ഇക്വേഷന് ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്യണം, x/y, പിന്നെ ഡിനോമിനേറ്ററിൽ +1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1/3 കിട്ടും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x = y + 1 എന്ന് കിട്ടി. 3x y + 1 ആണ്. ആ ഒരു 3x എന്ന് പറഞ്ഞാൽ y + 1 എന്ന് പറഞ്ഞാൽ 3x - 1 ആണ് y എന്ന് പറഞ്ഞാൽ ആ വൈൻ്റെ ടേം ഇപ്പുറത്തേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് y = 3x - 1. അപ്പോൾ 3x - 1 = 2x + 1 എന്ന് കിട്ടി. അപ്പോൾ 3x - 1 ആണ്. ആ -1നെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ +1 ആവും. അപ്പോൾ 3x - 2x = 2 ആണെന്ന് കിട്ടി. 3x - 2x 3 ആണെന്ന് പറഞ്ഞാൽ 2 ആണെന്ന് പറഞ്ഞാൽ എന്താണ്? x = 1 എന്നല്ലേ? ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. അത് വാരിയസ് ഫോമിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ വൈൻ്റെ വാല്യൂ 2 × x + 1 ആണ്. സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് വൈൻ്റെ വാല്യൂ അതേപോലെ വൈൻ്റെ വാല്യൂ 3x - 1 എന്ന് കിട്ടി. ആ വാല്യൂ നമ്മൾ ഇപ്പുറത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ 3x - 1 ആണ് 2x + 2. ഈ -1നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അതൊക്കെ ബുക്കിൽ നിങ്ങൾ എഴുതിയാൽ കണ്ടില്ല, നാളും നിങ്ങൾക്ക് കിട്ടുക. അതിന് വീണ്ടും പറയുകയാണ്, ബുക്കിൽ എന്തായാലും എഴുതിയിട്ട് ചെയ്തും കൊണ്ട് തന്നെ പഠിക്കണം. 3x = 2x + 2 + 1. അപ്പോൾ 3x 2, അതായത് എക്സിൻ്റെ ടേംസൊക്കെ ലെഫ്റ്റ് സൈഡിലേക്കും ബാക്കിയുള്ള ടേംസൊക്കെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോകാം. നമുക്ക് ആൾറെഡി ഉള്ളത് 3x + 1, 3x - 1 ആണ് 2x + 2. അപ്പോൾ 3x 2x റൈറ്റ് സൈഡിലുള്ള 2x ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ 3x - 2x അത് 1x ആയി. = അവിടെ ഓൾറെഡി 2 ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് -1 ലെഫ്റ്റ് സൈഡിലെ -1 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ +1 ആവും. 2 + 1 3 ആയി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടിയാൽ ഇനി വൈൻ്റെ വാല്യൂ കാണാൻ പണിയുണ്ടോ? ഇല്ല. കാരണം നമുക്കറിയാം y + 1 ആണ് 3x എന്ന്. അപ്പോൾ y = 3x - 1 ആണ്. x 3 ആണ്. അപ്പോൾ 3 × 3 9, 9 - 1 8. അപ്പോൾ വൈൻ്റെ വാല്യൂ 8 കിട്ടി. അപ്പോൾ x/y എന്ന് പറഞ്ഞാൽ 3/8 എന്ന് കിട്ടി. ഇത് വേറൊരു മെത്തേഡാണ്, അത് ബുക്കിലില്ല. ബുക്കിലുള്ളത് എങ്ങനെയാണ്? yക്ക് 2 × x + 1ഉം അതേപോലെ y + 1ന് 3x കൊടുക്കുക. എന്നിട്ട് ആ ഒരു 2 × x + 1 ഈ രണ്ടാമത്തെ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ yക്ക് 2 × x + 1 + 1 = 3x. അപ്പോൾ 2x + 1 + 2 = 3x എന്ന് വരും. 2x + 3 = 3x. അപ്പോൾ എക്സിന് 3 എന്ന് കിട്ടും. അങ്ങനെ ചെയ്യുക. എന്നിട്ട് അതും തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 2x + 3, അതായത് എക്സിന് 3 കിട്ടിയാൽ പിന്നെ നമ്മുടെ ആ ഒരു 2 × x + 1 3x ആണ്. എക്സ് നമുക്ക് കിട്ടി. എക്സ് എത്ര കിട്ടിയത്?